നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ആഹാരങ്ങളിൽ നമ്മൾ അറിയാതെ നമ്മൾ ചേർക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഭക്ഷ്യവസ്തുവാണ് ഉലുവ. അതിൻ്റെ പ്രത്യേകത ഒരേ സമയം അത് മരുന്നുമാണ് ഭക്ഷണവുമാണ് എന്നതാണ്. ഒരേ സമയം അത് മരുന്നായിട്ട് നമുക്ക് ഉപകാരപ്പെടും, അത് ഭക്ഷണമായിട്ട് ഉപകാരപ്പെടും. ഫഇദാ തബഖതു ബിൽ മാഇ, ഉലുവ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ കിതാബുകളിൽ കാണാം ലയ്യിനത്തുൽ ഹൽഖു വസ്സദറു വൽ ബത്നു, അവൻ്റെ തൊണ്ടമയപ്പെടും, തൊണ്ടയുടെ പ്രയാസങ്ങളെല്ലാം നീങ്ങി. അല്ലേ, തൊണ്ടയിൽ പ്രയാസം ഉണ്ടാകും, എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഒരു കാറിലുണ്ടാകും, ചിലർക്ക് പ്രയാസം ഉണ്ടാകും. ആ പ്രയാസമൊക്കെ നീങ്ങി ലയ്യിനത്തുൽ ഹൽഖു, അയാളുടെ തൊണ്ട സുഖപ്പെടാൻ തുടങ്ങും. അതേപോലെ തന്നെ വസ്വദറു, അയാളുടെ നെഞ്ചു മയപ്പെടാൻ തുടങ്ങും. അതേപോലെ തന്നെ വൽ ബത്നു, അയാളുടെ വയറും. അപ്പോൾ ഉലുവ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വയറ് മയപ്പെടും, അവരുടെ നെഞ്ചു മയപ്പെടും എന്നെല്ലാം പ്രിയപ്പെട്ടവരെ കിതാബുകളിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ തലവേദനയ്ക്ക് വലിയ ശമനം ഉണ്ടാകും. ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ തലവേദന വലിയ പ്രയാസപ്പെടുന്ന തലവേദനയ്ക്ക് ശമനമുണ്ടാകും. അതേപോലെ തന്നെ ഗ്യാസ് ട്രബിളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളെല്ലാം നീക്കും. ഇന്ന് നമ്മിൽ ഭൂരിഭാഗം ആളുകൾക്കുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ്, വൈറസ് സംബന്ധമായൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഗ്യാസ് ട്രബിളുമായി ബന്ധപ്പെട്ട വിഷയം. അതിനെയെല്ലാം പരിഹരിച്ച് നീക്കം ചെയ്യും. അതേപോലെ തന്നെ കഫത്തിൻ്റെ ശല്യം, കഫം നമുക്ക് ആവശ്യമാണ്. കഫത്തിൻ്റെ ശല്യം വന്നാൽ നമുക്ക് പ്രശ്നമാണ്. കഫശല്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും നീക്കിക്കളയും. അതേപോലെ തന്നെ പൈൽസിനെ നീക്കിക്കളയും. പൈൽസുമായി ബന്ധപ്പെട്ട മൂലക്കുരുവിൻ്റെ പ്രയാസമുള്ള ആളുകൾ എത്രയെത്ര ആളുകളാണ്. അവർക്ക് ആ പ്രയാസങ്ങൾ നീക്കിക്കളയാൻ ഉലുവ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് പതിവാക്കിയാൽ അവർക്ക് ആ പൈൽസിൻ്റെ പ്രയാസങ്ങൾ നീങ്ങും. മാത്രമല്ല വഅ്സുറുൻ നഫസി, അയാൾ ശ്വാസതടസ്സമുള്ള ആളുകൾക്ക് ഏറ്റവും പെർഫെക്റ്റായ മരുന്നാണ് ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം. അല്ലെങ്കിൽ ഉലുവ ആഹാരത്തിൽ ചേർത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുണ്ടാകുന്ന എത്ര പ്രയാസമാണല്ലേ. ഒരു മിനിറ്റ് നേരം ശ്വാസത്തിന് കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ എന്താണ്, ശ്വാസം എടുക്കുന്നതിൽ പ്രയാസം, ശ്വാസോച്ഛ്വാസം നടത്തുന്നതിൽ പ്രയാസം, ശ്വാസം മുട്ട് വലിയ വിഷമാണ്. ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. അതിന് പ്രിയപ്പെട്ടവരെ തിബ്ബുൻ നബവിയുടെ കിതാബുകളിൽ അല്ലെങ്കിൽ വലിയ പണ്ഡിതന്മാർ ഈ വിഷയമായി പഠിച്ച ആളുകൾ രേഖയാക്കി വെച്ചിട്ടുണ്ട്. അയാളുടെ ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നീങ്ങും. ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ശക്തമായി ചുമയുണ്ടാകുന്ന ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ, അവർക്കെല്ലാം ഏറ്റവും പെർഫെക്റ്റായ മരുന്നാണ് ശ്വാസതടസ്സവും ചുമയെല്ലാം നീക്കം ചെയ്യാൻ ഈ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഉലുവ ചേർത്ത ആഹാരം പതിവാക്കുക എന്ന് പറയുന്നത് അത്തരം പ്രയാസങ്ങൾ നീങ്ങുന്നതാണ്. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഉലുവ കാഴ്ചയിൽ ഒരു കാഴ്ചക്ക് വളരെ കുറവാണ്, അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നത് പോലെ വലിയ വിലയുള്ള സാധനമല്ല. നമ്മൾ തീരെ പരിഗണിക്കാതെ അടുക്കളയുടെ ഒരു മൂലഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ഒരു മൂലഭാഗത്ത് കിടക്കുന്ന സാധനമാണ്. പക്ഷേ അതിൽ ഒരുപാട് പ്രോട്ടീൻ വളരെ റിച്ച് അളവിൽ അടങ്ങിയിട്ടുള്ള സാധനമാണ്. അതേപോലെ തന്നെ ഫൈബറും അയണും കട്ടക്ക് ചേർന്നിട്ടുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ്, നമ്മുടെ ഉള്ളിൽ ചേരേണ്ട ആഹാരമാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സോലുബൽ ഫൈബേഴ്സ് അടങ്ങിയതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മലബന്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം, മലബന്ധമുണ്ടാകുമ്പോഴാണ് പൈൽസിൻ്റെ പ്രശ്നമുണ്ടാകുന്നത്, നമുക്ക് പ്രയാസം ഉണ്ടാകുന്നത്, ദഹനക്കേടിൻ്റെ പ്രശ്നം, ഇതെല്ലാം നീങ്ങിയിട്ട് നന്നായി മലബന്ധമെല്ലാം നീക്കം ചെയ്ത് സുഖസുന്ദരമായ ഒരു ആരോഗ്യപരമായ ജീവിതം മടക്കിക്കൊണ്ടുവരാൻ അതിന് സാധിക്കും. അപ്പം അങ്ങനെ ഈ ഉലുവ ഇങ്ങനെ കുതിർത്തിയിട്ട് ഭക്ഷണമായി കഴിക്കുക, ഉലുവ കുതിർത്തിയിട്ടത് ഭക്ഷണമായി അരച്ച് ചേർത്ത് കഴിക്കുകയോ എങ്ങനെയും ഉപയോഗിക്കാം നമ്മുടെ സൗകര്യം പോലെ. അങ്ങനെ കഴിക്കുന്ന ഈ ഉലുവ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് അവിടെ നടക്കുന്ന പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കുന്നത്, പഠനങ്ങൾ പറയുന്നത് ഒരു ക്ലീനിങ് മെക്കാനിസം വർക്ക് അവിടെ ചെയ്യുന്നുണ്ട്. ഒരു ശുദ്ധീകരണ അവസ്ഥകൾ നമ്മുടെ രക്തക്കുഴലുകളിലൂടെ ഒരു ശുദ്ധീകരണ അവസ്ഥ നമ്മളറിയാതെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ LDL കൊളസ്ട്രോൾ അത് കൃത്യമായി കുറച്ച് കളയും. മോശപ്പെട്ട കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ, നമുക്ക് പ്രയാസമുണ്ടാകുന്ന കൊളസ്ട്രോൾ, ബ്ലോക്ക് ഉണ്ടാക്കുന്ന കൊളസ്ട്രോൾ, അതിനെ നീക്കം ചെയ്ത് കളയാൻ, അതിനെ കുറച്ച് കളയാൻ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് ഉലുവ എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ LDLനെ കുറയ്ക്കുമ്പോൾ തന്നെ HDL കൂട്ടും. ഗുഡ് കൊളസ്ട്രോൾ, HDL, അത് ധാരാളം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ വളർത്താൻ വേണ്ടി സഹായിക്കും എന്നെല്ലാം ആധുനിക പഠനങ്ങളെല്ലാം പറയുന്നുണ്ട്. അതേപോലെ തന്നെ പാൻക്രിയാസിൻ്റെ, തൈറോയിഡിൻ്റെ ഗ്രന്ഥികളുടെ ഫങ്ഷനുകൾ കൃത്യമായി അത് കറക്റ്റ് ചെയ്ത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ ഉലുവക്ക് വലിയ കഴിവുണ്ട് എന്ന് ആധുനിക പഠനങ്ങൾ പറയുന്നുണ്ട്.